അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ ഈ വേടന്റെ കാര്യം വന്നപ്പോ ആരുടെ കൂടെയാണ് നിന്നത്? വേടൻ മുൻകൂർ ജാമ്യത്തിൽ നടക്കുകയല്ലേ, അവിടെ ഒരു അതിജീവിത ഇല്ലേ? അതിന്റെ കൂടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ആ വേടന് നിങ്ങൾ സംസ്ഥാന അവാർഡ് കൊടുത്തു, സത്യമല്ലേ? സിനിമാ പാട്ടിനുള്ള അവാർഡ് നിങ്ങൾ കൊടുത്തത് ഈ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന സംസ്ഥാന അവാർഡ് കൊടുത്തത്. എന്നിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നത് നാണമില്ലേ നിങ്ങൾക്കൊക്കെ? ഇന്ന് മുഖ്യമന്ത്രി വന്നിട്ട് അങ്ങേരും അതിജീവിതയ്ക്കൊപ്പം എന്ത് തേങ്ങ? ഈ വേടന്റെ കാര്യത്തിലെ അതിജീവിതയ്ക്ക് വേണ്ടി ആരും സംസാരിക്കാത്തത് എന്താ? ഒരു മനുഷ്യനില്ല. എന്തൊരു കാപട്യമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ ഈ അതിജീവിതയ്ക്കൊപ്പം പ്രസംഗിക്കുന്നവരെ കൊണ്ട് മനുഷ്യന് വഴി നടക്കാൻ മേല. അതും ഒരു അതിജീവിതയല്ലേ? സിനിമാ നടിയല്ലെന്നല്ലേ ഉള്ളൂ. ആ പാവത്തിന്റെ കൂടെ ആരും നിൽക്കുന്നില്ല. മാത്രമല്ല അവരെ പീഡിപ്പിച്ച ആള് യോഗ്യൻ മാന്യൻ മുൻകൂർ ജാമ്യത്തിൽ നടക്കുന്നവൻ, അവന് സംസ്ഥാന അവാർഡ് കൊടുത്തിരിക്കുന്നു. എന്നിട്ട് അതിജീവിതയെ പറ്റി പറയുന്നു. ഇത്രയും കാപട്യം നിറഞ്ഞ ഒരു സമൂഹം കേരളത്തിലല്ലാതെ വേറെ എങ്ങും കാണാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു വ്യക്തി പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. കുറെ ആൾക്കാര് ദിലീപിന് ശിക്ഷ കിട്ടാത്തതിൽ ഭയങ്കര പ്രതിഷേധമായിട്ട് നടക്കുകയാണ്. കോടതിക്ക് ബോധ്യമായി ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല, ദിലീപ് തെറ്റ് ചെയ്തു എന്നുള്ളതിന് വേണ്ട തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ദിലീപ് കുറ്റവിമുക്തനായി. അത് സഹിക്കാൻ പറ്റാത്ത കുറെ എണ്ണങ്ങൾ ഇപ്പൊ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞെങ്കിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതേ കാര്യം തന്നെയാണ് വേടൻ ചെയ്തത്. വേടൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, എന്നിട്ട് ആ പെൺകുട്ടിക്ക് കൂട്ടായിട്ടോ അല്ലെങ്കിൽ ആ അതിജീവിതയ്ക്കൊപ്പം ആരുമില്ല, എല്ലാരും വേടനൊപ്പാണ്. അത് തന്നെയല്ല, വേടന് ഈ കഴിഞ്ഞിടെ ഏതോ ഒരു പാട്ടിന് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ രണ്ട് നീതിയാണല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കണം. ഇതേ ആൾക്കാരാണ് ഇപ്പോ ദിലീപിന് ശിക്ഷ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധമായിട്ട് നടക്കുന്നത്. എന്താ ഇതിനൊക്കെ പറയേണ്ടത്?